നോവലിന് പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാപ്തിയും നൽകുന്നത് ദൈവമാകിയാൽ ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വി ആർ സോ ഡിലൈറ്റഡ് ദാറ്റ് വി കുഡ് ബി ടുഗെദർ ഇൻ ദിസ് മാനർ. ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ദൈവം അവസരമൊരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മൾ ആവർത്തിക്കുന്ന ഒരു വാക്കാണെങ്കിലും ശരിക്കും അത് അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പ്രഭാതം തന്നെയാണ് ഇത്. പുതിയൊരു പ്രഭാതം, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകാത്ത, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു പ്രഭാതം തന്നെയാണ് ഇത്. ഉയർപ്പിൻ്റെ പ്രഭാതമാണ്. അബ്രഹാം അങ്കിൾ പ്രാർത്ഥിച്ചപ്പോൾ അത് പറഞ്ഞു. ഇത് നീതി സൂര്യൻ്റെ ദിനമാണ്. സൂര്യൻ്റെ ദിനമല്ല, സൺ ഡേ അല്ല ഇത്. സൺഡേ എന്ന് പറയുന്നത് സൂര്യദിനമല്ല. നോ, ഇറ്റ് ഈസ് സൺ ഓഫ് ഗോഡ്സ് ഡേ. നീതി സൂര്യൻ്റെ ദിനമാണ്. നീതി സൂര്യനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനമാണിത്. ആ ദിനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ പാട്ടുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇനിയും നമുക്ക് വചന കേൾവിയിലൂടെ, ഇവിടെ നടക്കുന്ന കർത്താവിൻ്റെ മേശയിലൂടെ, കൂട്ടായ്മ ആചരിക്കുന്നതിലൂടെ, നമ്മുടെ ആത്മീയ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിലൂടെ, ഇവിടെ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലൂടെ പോലെയും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഉള്ള മടക്കയാത്രയിൽ നമ്മുടെ ജോലി, നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ ജീവിതം, ഇതെല്ലാം ആരാധനയുടെ ഭാഗമായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനായുള്ള ഒരുക്കമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിട്ട് കടന്നു പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾക്കുണ്ടോ ആര്? യെസ്, നിങ്ങൾക്ക് ശാന്തമായി കടന്നു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൺഡേ സ്കൂൾ വളരെ ക്വയറ്റായിട്ട്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ അവിടെ ഓടിക്കളിക്കാതെ നിങ്ങൾ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, നല്ല കാര്യങ്ങൾ കണ്ടും അല്ലെങ്കിൽ മടങ്ങി ഇവിടെ വരുവാൻ നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ള കുഞ്ഞുങ്ങൾ മടങ്ങി ഇവിടെ വരുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഐ തിങ്ക് ഒരു സങ്കീർത്തനം വായിക്കാൻ റോജർ പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഹി ഈസ് റെഡി ടുഡേ. ആർ യു റെഡി? ഓക്കെ. ഇന്ന് അതിന് തയ്യാറെടുത്തിട്ടില്ല. റോജർ എന്നോട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അടുത്ത ഒരാഴ്ചയിൽ അദ്ദേഹം അതിനായി തയ്യാറെടുത്ത് വരും എന്ന് ചിന്തിക്കുന്നു. ദൈവവചനത്തിനായിട്ട് നമുക്ക് ശ്രദ്ധ തിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിന് തയ്യാറാണല്ലോ അല്ലേ? തിരുവെഴുത്തുകളെ പരിശോധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു, പാട്ടുകളിലൂടെ ദൈവത്തെ ആരാധിച്ചു. ഇനി വചനം കേട്ടനുസരിക്കുന്നതിലൂടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ ഉള്ള ജാഗ്രത നമുക്ക് വേണം. സോ ബി റെഡി ഫോർ ദാറ്റ്. ഇതിന് നമ്മുടെ മനസ്സിൻ്റെ ഒരു എക്സസൈസ് ആവശ്യമാണ്. ദൈവത്തെ എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്നാണ് വചനം പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ. മൈൻഡ് ദൈവം എന്തിനാ തന്നിരിക്കുന്നത്? ചിന്തിക്കാനാണ്, പഠിക്കാനാണ്. മൈൻഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പരിഷ്കൃതിയൊന്നും നേടത്തില്ലായിരുന്നു. ഇത്രയും വികസനങ്ങളൊന്നും പ്രാപിക്കത്തില്ലായിരുന്നു. നമ്മൾ വന്നത് എവിടെ നിന്നാണ്? മനുഷ്യവർഗം യാത്ര ചെയ്തത് ശിലായുഗം എന്ന് കേട്ടിട്ടുണ്ടോ? കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. ശിലായുഗം യുഗത്തിൽ നിന്നാണ് ഇത്രയും മോഡേൺ ആയ ഒരു യുഗത്തിലേക്ക് മനുഷ്യൻ വന്നതിൻ്റെ ഒരു കാരണം എന്താണ്? മനുഷ്യന് ദൈവം മൈൻഡ് തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള മനസ്സ്. ഇതേ മൈൻഡ് ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും അറിയാൻ നമ്മൾ ആ മൈൻഡ് എക്സസൈസ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവവചനം പഠിക്കുകയും അതിന് ആഴത്തിൽ കുഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. Are you with me? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? അപ്പോൾ നമ്മുടെ മൈൻഡ് കാര്യമായിട്ട് ദൈവ കാര്യത്തിൽ മൈൻഡ് വേണ്ടെന്നോ? മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ക്രിയാത്മകമായ
ഇവിടെ വളരെ ക്രിയേറ്റീവായ ഒരു മൈൻഡ് ഇരിപ്പുണ്ട്. ബ്രദർ പ്രേമിനെ ഞാൻ കണ്ടു. ഐ തിങ്ക് ഈ വാസ് ഹിയർ അല്ലേ? ബ്രദർ പ്രേം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബ്രദർ പ്രേം വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈൻഡാണ് തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അവരൊരുങ്ങുന്ന ഒരു കാര്യം, മീഡിയ വേൾഡിൽ, ഈ ഇൻ്റർനെറ്റിൽ, മീഡിയയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് അവർ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരല്പം പണമൊക്കെ സ്വരൂപിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരല്പമെങ്കിലും വിതയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ഇത് വളരെ 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 ആവശ്യമുള്ളൊരു കാര്യമാണ്. മീഡിയകൾ ഇന്ന്, പാട്ടുകൾ ഇന്ന് പിശാചിൻ്റെ കയ്യിലാണെന്ന് പറയുന്ന പോലെ കൂടുതൽ പാട്ടുകൾ പാടുന്നത് എന്ത് പാട്ടാ? ഇറ്റ്സ് നോട്ട് സ്പിരിച്വൽ മ്യൂസിക്. ദ മ്യൂസിക് ശരിക്കും ദൈവത്തിൻ്റെതാണെങ്കിലും സ്വർഗീയമാണെങ്കിലും ഇത് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഡെവിളിൻ്റെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ആണ് ഇന്ന് ഈ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നത്. അത് ദോഷങ്ങൾ പ്രചരിപ്പിക്കാനാണ്. ബിസിനസ്സാണ് കൂടുതലും. അല്ലെങ്കിൽ ഈ ലോകത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റിൻ്റെ 80% ബിസിനസ് സംബന്ധമാണ്. എന്തെങ്കിലുമൊക്കെ ബിസിനസ് സംബന്ധമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് അത് ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ പ്രേമിൻ്റെ ആ എൻഡെവർ, ആ ഉദ്യമം, അത് ഫലവത്താവാൻ നമ്മൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണം. ആ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ 1 രൂപ കൊടുക്കാൻ, കുഞ്ഞുങ്ങളോടാണെങ്കിലും 10 രൂപ ശേഖരിച്ച് കൊടുക്കാൻ, ഇൻ്റർനെറ്റിൽ ഒരു ചലനമുണ്ടാക്കുന്നതിന്, മീഡിയ വേൾഡിൽ ഒരു ചലനമുണ്ടാക്കുന്നതിന് അത് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊരു വിത്തായിട്ട് നമ്മൾ കുറച്ച് പണം സ്വരൂപിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, പ്രാപ്തിയുള്ളവർക്ക് ഒരല്പം പണം ശേഖരിച്ച് കൊടുക്കാനുള്ളൊരു ഭാരം ഈ ദിവസങ്ങളിൽ എനിക്കുമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ആ മൈൻഡ്, ആ പ്രാപ്തി ഏറ്റവും ഫലകരമായി ഉപയോഗിക്കാൻ കഴിയും. അവരത് പല നിലകളിൽ തെളിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രേമിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഞാൻ മടങ്ങി വരുന്നു. അതുകൊണ്ട് മനസ്സ് നിങ്ങളൊരല്പസമയം ശ്രദ്ധയോടെ ചില കാര്യങ്ങളെങ്കിലും അകത്ത് രൂഢമൂലമാകാൻ പരിശോധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ, അത് നമുക്ക് പ്രയോജനമായി ഭവിക്കത്തക്കവണ്ണം കുറിച്ചു വെക്കണം, ശേഖരിക്കണം എന്നൊക്കെ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. അത് സംഗ്രഹിക്കണം, എങ്കിലേ നമുക്ക് വളർച്ച ഉണ്ടാവൂ. നമുക്ക് ഹൈലൻഡ് ഇമ്മാനുവൽ ഫെലോഷിപ്പിൽ വളരെ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ പല നിലകളിൽ വന്ന് ശുശ്രൂഷിക്കും. നമ്മളൊരു ചെറിയ കൂട്ടമാണെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു അനുഗ്രഹീത ദൈവദാസൻ വന്ന് ക്ലാസ് എടുത്തു. അദ്ദേഹം വളരെ ബ്ലെസ്ഡ് ആയ ഒരു സെർവൻ്റാണ്. അതിന് മുമ്പത്തെ ആഴ്ചകളിൽ നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള പാസ്റ്റർ ആശിഷ് വന്ന് ക്ലാസ് എടുത്തു. നമ്മളൊരു കൊച്ചു കൂട്ടമാണെങ്കിലും നമുക്ക് വളരെ റിച്ചായ വിഭവങ്ങളാണ് ഇവിടെ വിളമ്പിക്കിട്ടുന്നത്. ശരിയാണോ? അത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദാറ്റ് ഈസ് സോ ട്രൂ. വി ആർ സോ ബ്ലെസ്ഡ്. പക്ഷെ ആ നറിഷ്മെന്റ്, ആ കിട്ടുന്ന പോഷണങ്ങൾ അത് ഫലവത്തായി തീരാൻ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഹൈലാൻഡ് ഇമ്മാനുവൽ ഫെലോഷിപ്പിലൂടെ കടന്നു പോയവർ ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിലുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇവിടെ ഈ കൂട്ടായ്മയിലൂടെ കടന്നു പോയത് നിമിത്തം ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ അവർക്ക് ദൈവം പ്രാപ്തിയും നൽകുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ മക്കളാവട്ടെ, കൊച്ചുമക്കളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, അവർ ഈ കൂട്ടായ്മയിലൂടെ കടന്നു പോയിരുന്ന ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ, പല നിലകളിൽ ദൈവം പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലേക്കാണ് ശ്രദ്ധയെത്തിരിക്കുന്നത്. ബൈബിളെല്ലാം എനിക്കറിയാം. ബൈബിളിലെ ഏത് കഥയാണ് നമുക്കറിയാൻ പാടില്ലാത്തത്? ഈ കഥയും നമുക്കറിയാം. കഥയിലെ സാരം, ചരിത്രത്തിലൂടെ ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന സത്യങ്ങളാണ് ഗ്രഹിക്കേണ്ടത്. വേറെ എല്ലാം മറന്നോളൂ. പക്ഷെ പറയുന്ന പ്രധാനപ്പെട്ട സാരാംശങ്ങൾ കുറിക്കൊള്ളാനെങ്കിലും നമുക്ക് കഴിയണം. ചിലപ്പം പറയുന്ന പുസ്തകങ്ങൾ പെരുകുന്നതിനൊന്നും കണക്കില്ലെന്നാ. പക്ഷെ എല്ലാത്തിൻ്റെയും സാരം കേൾക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും മറന്നു പോയാലും സാരാംശമെങ്കിലും കൈക്കൊള്ളണം. 3000 കൊല്ലമായി ലോകത്തിലുള്ള അനേകർ ഏറ്റുപാടുന്ന ഒരു പ്രശസ്തമായ വാക്യം ഈ അധ്യായത്തിലുണ്ട്. 15-ാമത്തെ വാക്യം.
ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം ആ വാക്യമാണ്. അറിയാവുന്ന വാക്യമാണ്. പക്ഷേ ഇതിലൂടെ ദൈവം എനിക്ക് തന്ന ആ കാഴ്ചയെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ വാക്യം? 15-ാമത്തെ വാക്യം. Can we read that verse? 24-ന്റെ 15-ാമത്തെ വാക്യം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഫുൾ സ്റ്റോപ്പ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇറ്റ് ഹാസ് ബീൻ സെഡ് 3000 years. പഴയ നിയമത്തിലെ ഏറ്റവും പ്രശസ്തമായ വാക്യങ്ങളിൽ ഒന്ന് ഇതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ വാക്യത്തിൻ്റെ സവിശേഷത എനിക്ക് ഏറ്റവും ചിന്തനീയമായി തോന്നിയത്, ഇത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തോട്, മരണത്തോടടുത്തപ്പം യോശുവ പറഞ്ഞതുകൊണ്ടാണ് ഈ വാക്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആരംഭ ശൂരത്വത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പണ്ട് കളിയാക്കിയാണെങ്കിലും പറയും മുഴുത്ത മാനസാന്തരം 3 മാസമെന്ന്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്ന് വെച്ചാൽ ഭയങ്കര ശൂരത്വങ്ങൾ കാണിച്ച ഇറ്റ് വിൽ ലാസ്റ്റ് ഓൺലി ഫോർ 3 months എന്ന്. പക്ഷെ ആരംഭ ശൂരത്വമല്ല ഇത്, ഇത് അവസാന ശൂരത്വമാണ്. അതാ അതിലെ പ്രധാനം. ഇനി തനിക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാൻ അധികം നാളില്ല, പ്രായം ചെന്നു. തൻ്റെ അവസാന സമയത്തിനടുത്ത് കുറിച്ചു വച്ച ഈ വാക്യം ഇതിന്ന് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളണം. There must be a choice. ഒരു തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ജീവനും മരണവും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ്, അതിപ്രധാനവും. പക്ഷെ ദൈവം നമുക്ക് തരുന്ന ഇച്ഛാശക്തി, ശരിയായത് തിരഞ്ഞെടുപ്പാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇച്ഛാശക്തിയെപ്പോലും സൃഷ്ടിച്ച ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പം ശരിയായ തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ എടുക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. ഇന്ന് ഈ അധ്യായത്തിൽ നിന്ന് ഈ പരമമായ തീരുമാനത്തിലേക്ക് എത്തുന്ന 5 തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന 5 തീരുമാനങ്ങൾ ഈ പുസ്തകത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ അധ്യായത്തിൽ ഈ 5 തീരുമാനങ്ങളാണ് ഇന്നത്തെ ചിന്തയുടെ സാരാംശമായി ഞാൻ കുറിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനമാണ്. ഒരായുസ്സിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് നിങ്ങൾ യേശുവിനെ ആരെന്ന് പറയുമെന്നുള്ളതാണ്. അത് ശിഷ്യന്മാരോട് ചോദിച്ചൊരു കാര്യമാണ്, അതല്ലേ? നിങ്ങൾ എന്നെ ആരെന്ന് പറയും. What do you do with your God? Who is your God? യേശു നിങ്ങൾക്ക് ആരാണ് എന്നത് തന്നെയാണ് ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ തീരുമാനം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. He is my Savior, my Lord എന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Hallelujah. That is the most important decision we take in life. തമാശക്കായിട്ടാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഞാൻ സാധാരണ വിവാഹവേദികളിൽ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, the second most important decision that one would take in life is who do you live with എന്നാണെന്ന് പറയാറുണ്ട്.
ഒരു ജീവിത പങ്കാളിയായി ആരെ തിരഞ്ഞെടുക്കും എന്നത് ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനമാണെന്ന്. I don't know if that is true. Somebody said that is true. It could be true as well because it matters. കാരണം ഒരു ജീവിതം മുഴുവനും ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. ഒരു ആയുസ് മുഴുവനും ജീവിക്കുന്ന വിശുദ്ധമായ ഒരു ബന്ധം തന്നെയാണ് വിവാഹം. ഇവിടെ ഈ വാക്യം ഇത് ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. കാരണം ഇത് താൻ ഒറ്റയ്ക്ക് ഞാൻ സേവിക്കുമെന്നല്ല പറഞ്ഞത്. ഞാനും എൻ്റെ കുടുംബവും, my family is very 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 important. പാസ്റ്റർ ആശിഷ് നമ്മളോട് വളരെ ശക്തമായി അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. And he also commented and said, ഇന്ന് സഭകളിൽ കുടുംബത്തെക്കുറിച്ച് അധികം പറയാറില്ലെന്ന്, അധികം പ്രസംഗിക്കാറില്ലെന്ന്. ഒരുപക്ഷെ we take that for granted. We assume that things are okay and things are well. പക്ഷെ കുടുംബ ബന്ധങ്ങളെ വളർത്തിയെടുക്കേണ്ടത് ആരെയും നേടിയില്ലെങ്കിലും സ്വന്തം കുടുംബത്തെയെങ്കിലും നേടാൻ കഴിയുന്നത് ഒരു നേട്ടമായി തന്നെ നാം കാണണം. ആ ജാഗ്രതയോടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. നോഹ 120 കൊല്ലം പ്രസംഗിച്ചത് തൻ്റെ ജീവിതം കൊണ്ടാണ്. വിശ്വാസത്താൽ താൻ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് പ്രസംഗിച്ചത്. പക്ഷെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു. സ്വന്തം കുടുംബം, തൻ്റെ മക്കളെയും മരുമക്കളെ അടക്കം. ഏറ്റവും മിനിമം അത്രയെങ്കിലും നമുക്ക് കഴിയാനുള്ള കൃപ തരണം. Now obviously we know that there are many exceptions. പ്രത്യേകിച്ച് ഭക്തരായി ജീവിക്കുന്നവരുടെ കുടുംബങ്ങളിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത മക്കളുണ്ട്. എന്തിനാ ഞാൻ ഒത്തിരി വർഷങ്ങൾ ചെലവഴിച്ച ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ സ്ഥാപകന്റെ മകനെ കുറിച്ച് തൻ്റെ പിതാവിന് വളരെ കൺസേൺ ആയിരുന്നു. So that is a reality. That is a battle. But we can strive. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്താൽ നമ്മുടെ ജീവകാലത്തല്ലെങ്കിലും നമ്മുടെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിലും അവർ ദൈവത്തെ അറിയും. എനിക്ക് ഓർമ്മ വരുന്നത് VJ ട്രാവനെയാണ്. തൻ്റെ പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് എത്രയും അലമ്പനായ ഒരു മനുഷ്യനില്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. He himself said that. അത്രയ്ക്കും മോശപ്പെട്ട് ജീവിച്ചതാണ്. എനിക്കൊന്ന് മാതാവാണോ പിതാവാണോ വളരെ ഉപദേശിക്കുകയും കരയുകയും ഒക്കെ ചെയ്തതിൻ്റെ അനന്തരഫലമായി അവർ വളരെ പ്രായം ചെയ്തു. പിതാവ് മരിച്ചു പോയതിന് ശേഷമാണ് താൻ കർത്താവിനെ അറിഞ്ഞത്. ബോംബെയിലും കൽക്കട്ടയുടെ തെരുവീഥികളിലും വലിയ പോപ്പ് മ്യൂസിക് സിംഗറായിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്ന് കർത്താവിൻ്റെ ഗാനമല്ലാതെ മറ്റൊന്നും താൻ പാടുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അതിനർത്ഥമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ കുടുംബം എങ്കിലും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി എങ്കിലും ഏറ്റവും മിനിമം രക്ഷിക്കാനുള്ള ഒരു ഡ്രൈവ് നമുക്ക് എപ്പോഴും വേണം. ആ പ്രാർത്ഥനയും ആ നിലയിൽ നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം. ഇവിടെ കുടുംബം എന്നത് ജോഷുവ എടുത്തു പറഞ്ഞത് വളരെ നിർണായകമാണെന്ന് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് തൻ്റെ തീരുമാനം ഫാമിലി തീരുമാനമാണെന്നുള്ള നിലയിലാണ്. ആ തൻ്റെ തീരുമാനത്തിന് കീഴ്പ്പെടുന്ന ഭാര്യയും മക്കളും എത്ര വലിയ ഭാഗ്യമാണത്. ആ ഭാഗ്യം എനിക്ക് കിട്ടണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പക്ഷെ ഈ തീരുമാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളെക്കുറിച്ച്, ചില തീരുമാനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. 11-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 24-ന്റെ 11-ാമത്തെ വാക്യം മുതൽ ആരെങ്കിലും വായിക്കാമോ? താഴോട്ട്.
മതി, അത്രയും മതി. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമായി. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ആൾമോസ്റ്റ് അൺഫെയർ ആയി തോന്നും. അവരുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ഈ പേര് പറയാ, ഈ ഗിർഗസ്യർ, അമോര്യർ, ഈ പേരുകൾ അത്ര ബോറിംഗ് ആയ പേരുകളായി തോന്നും അല്ലേ? ദേ ആർ വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അവർ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ യോശുവ ഇവരെ ഓർമ്മപ്പെടുത്തുക ചില കാര്യങ്ങൾ. ഈ ഓർമ്മപ്പെടുത്തലിന്റെ ആധാരം എന്താണ്? ഞാൻ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, അതിനുശേഷം അതിൻ്റെ വ്യക്തത ഞാൻ വരുത്താം. നമ്മൾ ഏറ്റവും പരമപ്രധാനമായ തീരുമാനത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഒന്നാമത്തെ ഘടകം ഒരു കുടുംബത്തിൽ ആണെങ്കിൽ, ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് തുടങ്ങാം. എപ്പോഴും ദൈവകൃപയെ ആധാരപ്പെടുത്തി വേണം, ദൈവത്തിൻ്റെ കരുണയെ മുൻനിർത്തി വേണം നമ്മുടെ ഭവനം നമ്മൾ പണിയാൻ. അത് നമ്മളെ ഈ തീരുമാനത്തിലേക്ക്, നല്ല തീരുമാനത്തിലേക്ക്, ഏറ്റവും പ്രധാന തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താ ദൈവകൃപയെ ആധാരപ്പെടുത്തി, കരുണയെ ആധാരപ്പെടുത്തി ഇവിടെ യോശുവ ചെയ്യുന്ന കാര്യം എന്താ? ഇതെന്ന് യോശുവയുടെ കുടുംബം ഇസ്രായേൽ മക്കൾ മുഴുവനുമാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ തന്നെ തനിക്ക് തൻ്റെതായൊരു കുടുംബമുണ്ട്. പക്ഷേ ഈ ഇസ്രായേൽ മക്കൾക്ക് മുഴുവനും ഒരു ആത്മീയ പിതാവായിട്ട് അവരെ ആത്മീയതയിൽ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനുള്ള തൻ്റെ പരമമായ ദൗത്യം, അവകാശങ്ങളിലേക്ക് തന്നെ ഇവരെ മുഴുവനും നയിച്ച ഒരു വ്യക്തിയാണ് യോശുവ. എന്നോടൊപ്പം ചിന്തിക്കണം നിങ്ങൾ. നമ്മുടെ മനസ്സ് കുറച്ചല്പം ഉപയോഗിക്കാൻ കഴിയട്ടെ. നോക്കിയേ, യോശുവ ഇസ്രായേൽ ജനത്തെ അവർക്ക് ഭൗതികമായി കിട്ടേണ്ട എല്ലാ അവകാശത്തിലേക്കും അവരെ നയിച്ച വ്യക്തിയാണ്. അവരെ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നവരായിരുന്നു, സ്വന്തമായി ദേശമില്ലാത്തവരായിരുന്നു. 40 കൊല്ലമായി ഒന്നുമില്ല. 40 അല്ല, 40 + 430, 470 സംവത്സരമായി ഒന്നുമില്ല. അധ്വാനത്തിന് ഫലമില്ല, സ്വന്തം ദേശമില്ല, ഐഡന്റിറ്റികളില്ല. ഇങ്ങനെ ഇല്ലാത്തൊരു ജനത്തിന് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത, ഇതെല്ലാം അവരുടെ യഥാർത്ഥ അവകാശത്തിലേക്ക് അവരെ നയിച്ച വ്യക്തിയാണ് ആര്? യോശുവ. എന്നോടൊപ്പം ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ ഒരു ക്രിട്ടിക്കലായൊരു മൂമെന്റിൽ ഇപ്പൊ എല്ലാം കിട്ടി. അവരിപ്പോ സെറ്റിലായി, എസ്റ്റാബ്ലിഷ്ഡായി. ഇനി പതിയിരിക്കുന്ന അപകടങ്ങൾ മരുഭൂമിയേക്കാൾ കഠിനമാണെന്ന് ഒരു ആത്മീയ പിതാവിനറിയാം. നമ്മൾ സെറ്റിലാകുമ്പോഴാണ്, ജീവിതത്തിൽ പ്രോസ്പറസ് ആകുമ്പോഴാണത്രേ ദാരിദ്ര്യത്തിലാകുന്നതിനേക്കാൾ ആത്മീയ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് അഗൈൻ. എന്നോടൊപ്പം ഉണ്ടോ? നമ്മൾ ജീവിതത്തിൽ പ്രോസ്പറസ് ആയി സെറ്റിലാകുന്ന അവസരങ്ങളിലാണ് ദാരിദ്ര്യത്തിലാവുന്നതിനേക്കാൾ ആത്മീയ അപകടങ്ങൾ പതിയിരിക്കുന്നത്. അത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് ടു ഇസ്രായേലൈറ്റ്സ്. ഇസ്രായേൽ മക്കൾക്ക് ചരിത്രത്തിലൂടെ നടന്ന കാര്യം അതാണ്. ദേ ഫർഗോട്ട്. ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുക ദൈവം എന്താ അവർക്ക് വേണ്ടി ചെയ്തതെന്ന്. അപ്പൊ ചെയ്തതെല്ലാം, നൽകിയതെല്ലാം, ഇന്ന് നമ്മൾ പാടിയ പാട്ട് എത്ര അപ്രോപ്രിയേറ്റ് ആണെന്ന് അറിയാമോ? ദാനമല്ലാതെ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നല്ല സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും, ധനമുണ്ടാക്കി നിങ്ങളുടെ തോട്ടങ്ങളെ ഉണ്ടാക്കി അതിൽ പാർക്കുമ്പോഴും, നിങ്ങൾ എൻ്റെ കൈയുടെ മിടുക്കുകൊണ്ട് ഞാൻ ഇതൊക്കെ നേടി എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലി വി ഓൾ തിങ്ക് ഇവിടെ യുദ്ധം ചെയ്ത് എങ്ങനെയാ? കടന്നലുകളെ വിട്ട് യുദ്ധം ചെയ്തെന്നാ. നിങ്ങളുടെ വാളും ആയുധങ്ങളും സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് അല്ല നിങ്ങൾക്ക് ജയം നൽകിയതെന്ന് തന്നെയാണ് പറഞ്ഞത്. നാച്ചുറലായ ഫോഴ്സുകളെ ദൈവം ഉപയോഗിച്ചു. വൈദവേ, ദൈവത്തിൻ്റെ സൈന്യമുണ്ട്. അതിൽ ഉറുമ്പും കടന്നലും ഒക്കെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ എന്തിന്? ഇങ്ങേയറ്റം വൈറസ് വരെ.
ഒരു സൈന്യമാകും ചിലപ്പം. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കും, അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കും. Are you with me? എന്നോടൊപ്പം ഉണ്ടോ? ദാറ്റ് ഈസ് ട്രൂ. ആവശ്യമുള്ള ഘട്ടത്തിൽ ഇവയെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായി മാറും. ദൈവം തൻ്റെ ശക്തിയെ നമ്മെ നശിപ്പിക്കാനല്ല ഉപയോഗിക്കുന്നത്, ഏതു വിധമെങ്കിലും രക്ഷിക്കാനാണ്. അങ്ങനെ തന്നെയാണോ ബൈബിൾ പറയുന്നത്? അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മളെ തന്നെ ഓർപ്പിക്കണം, നമ്മുടെ കുടുംബത്തെ ഓർപ്പിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ ഓർത്തു വെക്കണം. ഓർക്കത്തില്ല നമ്മൾ, കാരണം പ്രായം കൂടുന്തോറും മറവി കൂടും. നമ്മൾ കുറിച്ച് വെക്കുന്നത്, നമ്മൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നത് ഒന്നും തന്നെ ശാശ്വതമായി നിൽക്കത്തുമില്ല. കാരണം ഡിജിറ്റലായി സൂക്ഷിക്കുന്ന വസ്തുതകൾക്ക് ഒക്കെ എത്രയുണ്ട് ആയുസ്സെന്നറിയാമോ? വെള്ളത്തിൽ വീഴുന്ന ഒരു മൊബൈല് വെള്ളത്തിൽ വീണാൽ അവർ പറയുന്നത് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ വീണാലും കുഴപ്പമുണ്ടാവാത്ത മൊബൈലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാലോ, വെള്ളം കയറിയ പോകാത്ത ഒരു ഡാറ്റയും ഇല്ല. അതുകൊണ്ട് ബാങ്കുകളിലൊക്കെ 4 ഡ്രൈവുകൾ സൂക്ഷിക്കുമെന്നാണ് പറയാം. നമ്മുടെ ഡാറ്റ സൂക്ഷിക്കാൻ ഒരു ഡ്രൈവ് പോയാൽ മറ്റൊരു ഡ്രൈവ് പോയാൽ മറ്റൊരു ഡ്രൈവ് പോയാൽ 4ാമത്തെ ഒരു ഡ്രൈവിൽ നമ്മുടെ ഡാറ്റ ഉണ്ടെന്നാണ്. അത്രയും കോഷൻ അവരെടുക്കുന്നത് എന്താ? ഈ ഡ്രൈവുകൾക്ക് പോലും അത് സൂക്ഷിക്കാനുള്ള കഴിവില്ലെന്നുള്ളതാണ്. സോ അത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: നമ്മൾ മറന്നു പോകും. കൃത്യമായി അക്കമിട്ട് ദൈവം അവർക്കായി ചെയ്തത്, അവരുടെ ശത്രുക്കളെ ഓടിച്ചത്, അവരുടെ നാട്ടിൽ, ഈ നാട്ടിൽ അവരുടെ അവകാശത്തിലേക്ക് അവർ നടന്നതിന് ആധാരം ദൈവമാണ്. ദൈവമാണ് ദൈവമാണ് ആയുസ് തരുന്നത്, ജീവൻ നൽകുന്നത്, രോഗത്തിൽ നിന്ന് വിടുവിച്ചത്, കൊറോണയിൽ നിന്ന് വിടുവിച്ചത് ദൈവമാണ്. ദൈവമാണ് എന്ന് നമ്മുടെ മക്കളോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മുടെ കുടുംബത്തോട് പ്രൈമറിലി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാ ദൈവകൃപയുടെ ആധാരത്തിൽ ജീവിതം പണിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ദിസ് ഈസ് സംതിങ് ദാറ്റ് വി നീഡ് ടു റിമൈൻഡ്. അതാ ഇവിടെ താൻ ചെയ്യുന്നത്. നമ്മളാരും കഴിച്ച മരുന്നിൻ്റെ ഒന്നും മഹത്വമല്ല, എടുത്ത വാക്സിൻ്റെയും മഹത്വമല്ല. നമ്മുടെ പ്രാണനെ താങ്ങിയത് ദൈവം തന്നെയാണ്. ശ്വാസം നിലനിർത്തുന്ന ദൈവമാണ്. ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത് ദൈവമാണ്. മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവമാണ്. ഈ ബോധ്യം നമുക്കുണ്ടാവണം, നമ്മുടെ മക്കളോട് പറയണം, ഊണിലും ഉറക്കത്തിലും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. വിൽ യു ഷെയർ ദാറ്റ്? എല്ലാ ദാനങ്ങളും യാക്കോബ് 1:17, യാക്കോബ് 1:17 2-3 വാക്യങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാം. യാക്കോബ് 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. He gives. എല്ലാ നല്ല ദാനവും, പറഞ്ഞാട്ടെ, അവരവരെല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എൻ്റെ ബൗദ്ധികം, എൻ്റെ ആത്മീയ നന്മകൾ മാത്രമല്ല, ആത്മീയ നന്മയ്ക്ക് ദൈവം പ്രാധാന്യം നൽകുന്നു എന്നത് സത്യമാണെങ്കിലും എൻ്റെ ബൗദ്ധിക ലോകവും എൻ്റെ പരിതസ്ഥിതികളും മഞ്ഞും മഴയും മണ്ണും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മണ്ണിനെ നോക്കുമ്പം ഞാൻ പറയും, ഈ മണ്ണായി നമ്മൾ തീരും, അധികം താമസം വിന. പക്ഷെ ഈ മണ്ണിൽ നിന്ന് എന്നെ ഉയർപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കും. ഇതാ നമ്മളത് പറയേണ്ടത്. പക്ഷെ മണ്ണിനെ കാണുമ്പോൾ നമുക്ക് നിരാശ തോന്നും, കാരണം ഈ മണ്ണിൽ നമ്മൾ ചേരേണ്ടവരാണെന്ന്. പക്ഷേ എത്ര അഴുകിയാലും അവിടെ നിന്ന് എന്നെ ഉയർപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന ഉറപ്പാണ് നമുക്ക് ദൈവത്തിൽ വേണ്ടത്. ആ സത്യത്തെ നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തണം. Will you remind when you see the mud, the soil? ഇതിനെ കാണുമ്പോൾ ഓർമ്മിപ്പിക്കാറുണ്ടോ നമ്മളെ?
നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ടോ, മക്കളെ, ദൈവമാണ് ഇത് ചെയ്യുന്നത്, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഫോർ വോണ്ട് ഓഫ് ടൈം ഐ എം മൂവിങ് അഹെഡ്. അപ്പോൾ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ മറന്നു പോകും. അത് ഡിജിറ്റലായി സൂക്ഷിക്കരുത്, അത് കുറിച്ചു വയ്ക്കണം. ഓർമ്മയുടെ പുസ്തകം, ദൈവസന്നിധിയിൽ ഒത്തിരി പുസ്തകങ്ങൾ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. There is a point in it. നമ്മൾ ഇന്ന് ബൈബിൾ നമുക്ക് കിട്ടിയ കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇതെല്ലാം ചർമ്മലിഖിതങ്ങളിലൊക്കെ എഴുതപ്പെട്ട ഈ കാര്യങ്ങൾ ചുരുളുകളായിട്ട് കർത്താവ് വായിച്ചതുപോലും ചുരുളുകളിലാണെന്ന് ഓർക്കുന്നു. ബുക്കില്ലായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് ബുക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. Is that true? Yes. ബുക്ക് എന്ന് പറയുന്നത് നമുക്കിന്ന് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പോലെ തന്നെയാണ്. I was just thinking about it yesterday. പക്ഷേ എങ്കിലും കുറിച്ച് വെക്കണം. എന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ചൈനീസ് പ്രോവർബാണ്. ദ വീക്കസ്റ്റ് ഇങ്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദ വീക്കസ്റ്റ് ഇങ്ക് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സ്ട്രോങ്ങസ്റ്റ് മെമ്മറി എന്ന. ഏറ്റവും ബലഹീനമായ ഒരു മഷി കൊണ്ട് എഴുതിയ ഒരു കുറിപ്പ് ഏറ്റവും ശക്തമായ ഓർമ്മയേക്കാൾ ശക്തമാണെന്ന്. അതുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ തമ്പും നമ്മൾ ഈ പഴയ മഷി കൊണ്ടുള്ള ഈ സാധനം ഇന്നും മാറിയിട്ടില്ലല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വീക്കസ്റ്റ് ഇങ്ക് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സ്ട്രോങ്ങസ്റ്റ് മെമ്മറി. സോ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു ചരിത്ര പുസ്തകം നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതി വെക്കണം, എനിക്ക് വേണ്ടി. എന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് എൻ്റെ മക്കളോട് പറയണം, ഈ സമയത്ത് ദൈവം രക്ഷിച്ച കഥ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചെയ്യണം പ്രിയരെ. നമ്മളത് പറയണം നമ്മുടെ മക്കളോട്, നമ്മുടെ കൊച്ചുമക്കളോട്, നമ്മുടെ മരുമക്കളോട്, നമ്മുടെ ഫാമിലിയോട്, പ്രാഥമികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളോട്, ഞങ്ങളുടെ ബന്ധുക്കളോട് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ചരിത്രം നമ്മൾ വിവരിക്കണം. ദൈവകൃപയുടെ ആധാരത്തിൽ ജീവിതം പണിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമായിരിക്കണം. അത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ഒന്നും എൻ്റെ പ്രാപ്തി കൊണ്ടും മിടുക്ക് കൊണ്ടും ഞാൻ നേടിയതല്ല, ഈ ദൈവത്തിൻ്റെ കരുണയുടെ പ്രവൃത്തിയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ അധികം അധ്വാനിക്കുന്ന, ഞാൻ നിങ്ങളെക്കാൾ എല്ലാം അധികം അധ്വാനിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതും ഞാനല്ല, ഇറ്റ് ഈസ് ഗ്രേസ്. പറഞ്ഞ മനസ്സിലായോ? കഠിനമായി അധ്വാനിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കൃപ. ആ ബേസിസിലാണ് നമ്മുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ they will get that point. നമ്മുടെ ചുറ്റുമുള്ളവർ ആ പോയിന്റ് കിട്ടുമവർക്ക്. സോ ഇതായിരിക്കണം ഈ പരമമായ തീരുമാനത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ തീരുമാനം ഇതായിരിക്കണം. അപ്പോൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പറയണമെന്ന് ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് ഓർമ്മിപ്പിച്ച കാര്യം അതാ. ഊണിലും ഉറക്കത്തിലും പറയേണ്ടതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിത്തിങ് എൽസ് ബട്ട് ഗോഡ്സ് വർക്ക്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. അത് ഭൗതിക ലോകത്താണെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ കഴിയണം. രണ്ടാമത്തെ സത്യം 24-14 വാക്യം ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ തീരുമാനം ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. ഡിസിഷൻ നമ്പർ 2 ഇതായിരിക്കണം. നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം പരമാർത്ഥതയോടെ, ദൈവത്തെ ഭയപ്പെട്ട് വിശ്വസ്തയോടെ നയിക്കാൻ, അവിടുത്തെ മുമ്പാകെ നടക്കാൻ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. എന്താ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ? ഇതിലർത്ഥാൽ ഇതാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഐ തിങ്ക് ജസ്റ്റ് ടുഡേ, ഇന്ന് രാവിലെ രോഹിതാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത്, ഹീ ഈസ് ആക്ച്വലി പ്രിപ്പയറിങ് സംതിങ് ഓൺ വേർഷിപ്പ് എന്ന്, ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ്. ഇത് നമ്മൾ
വർഷിപ്പ്, ആരാധന എന്നൊക്കെ നമ്മൾ കേവലം പറഞ്ഞു പോകുന്ന വാക്കുകളല്ല. അതിന് ഫാർ ഫാർ ഡീപ്പർ മീനിങ്ങുകളുണ്ട്. പക്ഷേ ഈ ഭയപ്പെടുകയും വർഷിപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ ഓർക്കുമ്പോൾ വിറയ്ക്കണം, നമ്മൾ ഭീകരമായ ഒരു ജീവിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടിയാണെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെന്താണത്? യെസ്, ഇറ്റ് ഈസ് എ ഡീപ് ഡീപ് റെവറൻസ് ഫോർ ഗോഡ്. ഹോം എന്നുള്ളത്, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ വീട് ഈ ലോകത്തിലെ ഏറ്റവും ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരിടം നമ്മുടെ വീടാണ്. അത്രയും സ്വാധീനം ചെലുത്തുന്ന വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? മറ്റെന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവിടെയാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ഷേപ്പ് ആവുന്ന, കുഞ്ഞുങ്ങളാവുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് വീട്ടിലാണ്. ഇപ്പം വീട്ടിലൊന്നുമല്ല, ഇപ്പം പല രാജ്യങ്ങളിലും ഓഫീസിലും ഒക്കെ തന്നെ കിടന്നുറങ്ങുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വീടായിരിക്കണം. വീട് നിത്യമായ വിശ്രമത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ്. ഇന്ന് നമ്മൾ പാടിയ ചില പാട്ടുകളിലെ ചില സത്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താം. സങ്കീർത്തനം 63:3 വാക്യം ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 63:3 വാക്യം. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ജീവനേക്കാൾ നല്ലതായി എന്തെങ്കിലും ഉണ്ടോ മനുഷ്യന്? Is there anything matters more than life? അതുണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ ദയയാണ്. Hallelujah. And when we connect to that reality, we worship. We worship, പ്രിയരെ. സങ്കീർത്തനം 69:16 വാക്യം. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നിന്റെ ദയ നല്ലതാണ്, നല്ലതല്ലോ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം. അർത്ഥാൽ അത് ആദ്യത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തെ കൂടെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ ഇവിടെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തെ നമ്മളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വി മസ്റ്റ് ടീച്ച്. ആ ഒരു ഡിസിഷൻ നമുക്ക് വേണം. Do we teach our children? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് മൂല്യത്തിന് തന്നെ, പണത്തിന് തന്നെ ഏറ്റവും മൂല്യമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ സ്വർണവും പണവും ഒക്കെ കാണുന്നത്. അതിന് തന്നെ മൂല്യം കുറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വേദനയോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. 1930കളിൽ ജർമ്മനിയുടെ സ്ട്രീറ്റിൽ കുഞ്ഞുങ്ങൾ നിരന്നു നിന്ന് എൻ്റെ ഡാഡിക്ക് ഒരു ജോലി കൊടുക്കണമേ എന്ന ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൊച്ചു കുട്ടികളുടെ ഒരു ചിത്രം മറക്കാതെ എൻ്റെ ഓർമ്മയിലുണ്ട്. അടുത്ത കാലത്ത് എവിടെയോ ഏതോ പത്രത്തിൽ വന്നതാണ്. യു വിത്ത് മീ? 1930കളിൽ അത് നമ്മളാരും ജനിച്ചിട്ടില്ല. I don't know if Joseph Uncle was born then. No, not 1930s. പക്ഷെ ലോകത്ത് വളരെ സാമ്പത്തികമായ ഒരു മാന്ദ്യമുണ്ടായി. ഈവൻ യൂറോപ്പ് പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ ഡാഡിക്കൊരു ജോലി കൊടുക്കണമേ എന്ന ഒരു ചിത്രം വരച്ചതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ അത്രയ്ക്കും ഡിഫിക്കൽട്ടായൊരു ഫേസിലൂടെ കടന്നുപോയൊരു കാലത്തെക്കുറിച്ചാണത് പറയുന്നത്. 10 പൈസ തൊട്ടുകളും 25 പൈസ തൊട്ടുകളൊക്കെ ഓർമ്മയുള്ള പിതാക്കന്മാർ ഇവിടെയുണ്ട്, മാതാക്കൾ ഇവിടെയുണ്ട്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങളോടും ചോദിച്ചേ, 10 പൈസയും 20 പൈസയും. അതൊന്നും എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. 5 പൈസയ്ക്ക് 5 കടലമുട്ടായി കിട്ടുന്നതൊക്കെ ഓർമ്മയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് 5 പൈസ 1 രൂപ പോലും ഇല്ല. 1 രൂപ ഭിക്ഷക്കാരൻ പോലും ഇന്ന് വാങ്ങിക്കില്ല. Now the point, deep respect for God.
എന്നൊരു സത്യത്തിലേക്കാണ് ഞാൻ ഇതിലൂടെ ഈ പറഞ്ഞതിലൂടെ എല്ലാം വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ആക്ഷൻ, പണ്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്താണ്? നമ്മുടെ ആക്ഷനാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം. അപ്പൊ നമ്മുടെ ആക്ഷനിലൂടെ ചിലപ്പോൾ എല്ലാം ഫോർമലായിട്ടൊന്നും നടക്കുന്നില്ലെങ്കിലും നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊരു ബോധം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു തീരുമാനം നമ്മളെ പഠിപ്പിക്കണം. അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഒരു ഡീപ്പ് റെസ്പെക്റ്റ് ദൈവത്തിന് നൽകാനായിട്ട് ആ ഒരു റെവറൻസോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ ഡു വി ടീച്ച് അവർസെൽവ്സ്? നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളത് പറയാറുണ്ടോ? ആ മൂല്യത്തെ നമ്മൾ അവർക്ക് പഠിപ്പിക്കാറുണ്ടോ? ലോകത്തിലെ ഒരു വലിയ കൗൺസിലറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജെയിംസ് ഡോബ്സൺ എന്നാണ്. അതൊരു ക്രിസ്ത്യൻ ബിലീവറാണ്, ഒത്തിരി ആളുകളെ കൗൺസിൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷ നമ്മുടെ നമ്പർ 1 പ്രയോറിറ്റി ആവണമെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമല്ല നമ്മുടെ നമ്പർ 1 പ്രയോറിറ്റി. ലെറ്റ് ദം ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ, ദാറ്റ്സ് പെർഫെക്റ്റ്. പക്ഷെ നമ്പർ 1 പ്രയോറിറ്റി അവരുടെ സാൽവേഷൻ ആയിരിക്കണമെന്ന്. ആൻഡ് ഐ വുഡ് സേ ആമേൻ ടു ഇറ്റ്. ആൻഡ് അതിലേക്ക് അവരെ നയിക്കുന്ന എല്ലാ മൂല്യങ്ങളിലേക്കും നമ്മൾ അവരെ ഊണിലും ഉറക്കത്തിലും മന്ത്രിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് ദെൻ ദേ വിൽ ക്യാച്ച് ഇറ്റ്. അതുകൊണ്ടാണ് ഊണിലും ഉറക്കത്തിലും എന്ന് ഞാൻ പറഞ്ഞത്. ഇരിക്കുമ്പം, എഴുന്നേൽക്കുമ്പം, നടക്കുമ്പം നിങ്ങളുടെ കഴുത്തേലിടണം. നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യം അതാണ്. ബിക്കോസ് ദാറ്റ് ലീഡ്സ് ടു സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ടീച്ച് അവർ ചിൽഡ്രൻ ടു റെസ്പെക്ട് ഗോഡ്. എവ്രിതിങ്, എല്ലാറ്റിലും അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അതിനായിട്ട് അവരെ നമ്മൾ സഹായിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ഭക്ഷണം വിളമ്പുമ്പോഴും പാകം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പറയണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ സത്യം, മൂന്നാമത്തെ തീരുമാനം നമ്മൾ എടുക്കേണ്ടത്, അനുസരിപ്പാനായിട്ട് നമ്മൾ അവരെ ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ബിക്കം എ സ്റ്റുഡന്റ് ഓഫ് ഒബീഡിയൻസ് എന്നാണ്. അനുസരണത്തിൽ തികഞ്ഞു വരാൻ വേണ്ടി നമ്മൾ അവരെ ഉദ്ബോധിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. ഞാൻ വാക്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. വി വിൽ ഹാവ് ടു ഗോ ത്രൂ. ഇവിടെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, സെർവ് എന്നുള്ള വാക്ക്. ഞാൻ അതിലേക്ക് വരാം. ആ ഒരു ഭാഗം നമ്മുടെ ഈ സത്യത്തിലെ അവസാനത്തെ കാര്യമാണ്. പക്ഷെ സെർവ് എന്നുള്ളത് അനുസരണത്തിൽ തികഞ്ഞു വരാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ ഉദ്ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അനുസരണം എന്നുള്ളത് ഒരു സമയത്തെ ഒരു കാര്യം അനുസരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അനുസരണം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇന്ന് നമ്മൾ നിൻ വചനത്താൽ എന്നെ ശുദ്ധി ചെയ്യണമേ, നിൻ ആത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണം, ഇത് ഒരിക്കലുള്ള പ്രോസസ്സാണോ? ഒരു കാര്യം അനുസരിച്ചാൽ മതിയോ? നമുക്കുള്ള നിയമങ്ങൾ കൽപ്പലകകളിൽ എഴുതിയ നിയമങ്ങളല്ല. പിന്നെ എന്താ നിയമം? അപ്പൊ നിയമമേ ഇല്ലേ? ഒന്നും അനുസരിക്കണ്ടേ? നോ. നമുക്കുള്ള നിയമം നമ്മുടെ ഹൃദയത്തിന്റെ ഫലകങ്ങളിൽ എഴുതിയതാണ്. ഉള്ളിൽ നിന്ന് തന്നെ ക്രിസ്തുവിന്റെ നിയമം നമ്മളോട് പറയും. വേറെ ഒരു നിയമവും ഇല്ല. അത് യോജിച്ചാണോ? അപ്പോൾ there is no state of perfection in this body, I think. അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ I would be a liar. പക്ഷേ അനുസരണത്തിൽ തികഞ്ഞു വരാൻ വേണ്ടി നമുക്കതിൽ മുന്നേറാൻ കഴിയും. കോപിച്ചാൽ പാപം ചെയ്യരുത്.
ഫർഗീവ് ചെയ്യാനുള്ള മനസ്സ്, ഒരാളെ റിലീസ് ചെയ്യാനുള്ള മനസ്സ്, ഇതെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാവത്തില്ല. ഇതിലൊരു തികവ് നമുക്ക് വരണം. ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ദർ ഇസ് എ സ്ട്രഗിൾ. അനുസരണത്തിൽ തികഞ്ഞു വരണം. അതിനാധാരം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഒരു വാക്യം, ആവർത്തനം 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളാ. 1-2 വാക്യങ്ങളെങ്കിലും വായിക്കാം. 4-ഉം 5-ഉം ജസ്റ്റ് ക്വിക്ക്ലി. ആവർത്തനം 6-ന്റെ 4-ഉം 5-ഉം ശ്രദ്ധിക്കണമേ. യെസ്. സ്നേഹിക്കണം, ഹൃദയത്തിലിരിക്കണം, അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇത് ഡിജിറ്റലായിട്ട് ഇരുന്നാൽ പോരാ, ബുക്കുകളിൽ പോലും ഇരുന്നാൽ പോരാ. ഹൃദയത്തിലിരിക്കണം, അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. ലുക്ക് അറ്റ് ദാറ്റ്, the little details of life. അതിന്റെ നടുവിലും അവയെക്കുറിച്ച് സംസാരിക്കണമെന്ന്. Will you make that decision? The little details of life. നിങ്ങൾ ഒരുപക്ഷെ ഒരു ടൂറിന് പോവായിരിക്കാം, അതിന്റെ നടുവിൽ. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ചൊരു ജോലി ചെയ്യായിരിക്കാം, അതിന്റെ നടുവിൽ. പഠിപ്പിക്കുകയായിരിക്കാം, അതിന്റെ നടുവിൽ. ഉറങ്ങാൻ പോകുമ്പം ഉറക്കത്തിലൊന്ന് ഞെട്ടി എഴുന്നേറ്റ് ഒരു സ്വപ്നം കണ്ടു. ഡു യു പ്രേ ഫോർ യുവർ ചിൽഡ്രൻ? എഴുന്നേൽക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കണം. ഒരു വാക്യം കൂടെ, 8-ാമത്തെ വാക്യം, 6-ന്റെ 8. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കണം. ലുക്ക് അറ്റ് ദാറ്റ്. കൈമേൽ കെട്ടണം. അവിടെ ഇവിടെയൊക്കെ വചനങ്ങൾ ഒട്ടിച്ചു വയ്ക്കുന്നത് ഇളക്കി ഇപ്പം വൃത്തിയായിട്ട് ഭിത്തിയൊക്കെ ഇരിക്കണം എന്നുള്ളൊരു സമയത്തില്ല. ഈ മൈ വൈഫ് വുഡ്ന്റ് അലൗ ദാറ്റ്. ബട്ട് ദെൻ ഇപ്പം ഭിത്തിക്ക് കേടുവരുത്താതെ ഒട്ടിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. ദാറ്റ് വി ക്യാൻ യൂസ്. അത്ര നല്ല അങ്ങനെയുള്ള സ്റ്റിക്കറുകളൊക്കെ ഇപ്പം നമുക്ക് കിട്ടും. ഐ ബിലീവ് നമ്മുടെ ടോയ്ലറ്റിൽ പോലും ഒട്ടിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. വാഷ്റൂമിൽ പോയി ഒട്ടിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ചില വാക്യങ്ങളൊക്കെ എഴുതി വെക്കണം. അവർ വാഷ്റൂമിൽ ഇരിക്കുമ്പോഴും they must see this. എന്തിനാണ്? അനുസരണത്തിൽ തികഞ്ഞു വരാൻ. ഏത് തീരുമാനം എടുക്കുമ്പോഴും ഇത് ദൈവികമാണോ എന്ന നിലയിൽ നമ്മളെ സഹായിക്കാൻ ഈ വചനങ്ങളും ആത്മീയ സത്യങ്ങളുടെ ചിന്തകളും നമ്മളെ നിശ്ചയമായും സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് സമർപ്പിക്കപ്പെടാൻ അത് സഹായിക്കും. ക്രിസ്തുവിനെ അനുവദിക്കാത്ത ഒരു മുറികൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. സോ ഇൻക്രീസിംഗ്ലി അനുസരണത്തിൽ തികഞ്ഞു വരാനായിട്ട് ഉള്ള തീരുമാനം നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഓവർനൈറ്റ്. അനുസരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ദാറ്റ്സ് എ ബിഗ് വേർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്യദേവന്മാരെ, ഇവിടെ നമ്മൾ മടങ്ങി 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്യദേവന്മാരെ പുഴയ്ക്കരി അപ്പുറയുള്ള ദേവന്മാരെ, നിങ്ങൾ സേവിച്ചു വന്നവരെ, പുഴയ്ക്കപ്പുറത്ത് നിന്നുള്ള ദേവന്മാരെ കുറിച്ചൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ആരെ ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമുക്കതൊന്നും ഇല്ലല്ലോ നമ്മൾ പറയും. And we know that the gods, small g, gods, അതിന് പറയുന്ന അങ്ങനെ, gods of money. No, we must not insult. മണിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗോഡുകളില്ലേ നമുക്ക്? You know that. I don't want to say. സെക്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ദേവന്മാരില്ലേ? Now we are not saying about that. ആ ഗോഡ്സിനെ കുറിച്ചല്ല പറയുന്നത്. Because it is human tendency to worship
money, sex and pleasure. These are more dangerous. ഇതാണ് വാസ്തവത്തിൽ അവരെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ട് കഴിയും. അല്ല, നമ്മളിപ്പോൾ എവിടെയാ പൂജാഗിരികളെ ആരാധിക്കുന്നത്? ഇന്ന് ആ അഡിഷൻസ് നമുക്ക് കൂടിക്കൂടി വരികയാണ്. വി വർഷിപ്പ് അവർ ടേസ്റ്റ് ബഡ്സ്. കാരണം രുചികരമായ റെസ്റ്റോറൻറ്റുകൾ പെരുകുന്ന നമ്മൾ ടേസ്റ്റ് ബഡുകളെ ആരാധിക്കുന്നതുകൊണ്ടാണെന്ന്. നോ, ഫർഗീവ് മീ ഫോർ സെയിങ്. നിങ്ങൾ യു മേക്ക് എക്സലന്റ് കേക്ക്സ്, ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. പക്ഷെ വി മസ്റ്റ് നോട്ട് വർഷിപ്പ് അവർ ടേസ്റ്റ് ബഡ്സ്. ഐ ബിലീവ് സോ. എന്തും നമുക്ക് ന്യായമായി അനുഭവിക്കാനുള്ള കൃപ തന്ന, രുചി തന്ന ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ടാണ് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം ഭക്ഷിക്കണമെന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഈസ് ട്രൂ. We don't worship money, but we have to use money. We sow us everything. എല്ലാം അങ്ങനെ തന്നെ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഉചിതമായ നിലയിൽ അതിൻ്റെ അതിർവരമ്പുകളെ കൃത്യമായി കാക്കാനുള്ള കൃപ നമുക്ക് തരണം. അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകുമ്പോഴാണ് അത് അപകടമാവുന്നത്. അതുകൊണ്ട് അനുസരണത്തിൽ തികഞ്ഞു വരാൻ നമുക്ക് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാം. ഇവിടെ യോശുവ പറഞ്ഞ ആ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ നമ്മളെ സഹായിക്കുക ഈ വേദഭാഗത്തിലൂടെ. അമിതമായ തെറ്റായ ആരാധനകൾ എങ്ങനെയാണ് നമ്മൾ പൊങ്ങി വരുന്നതെന്ന് ഉള്ള ചിന്ത നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നു. Now let me say that one more thing. 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 2 more things, then I am through. 15-ാമത്തെ വാക്യം, ഇതിൻ്റെ ഈ 24-15. ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഇത് ദൈവം അവർക്ക് കൊടുത്ത ആത്മീയ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു സ്പിരിച്വൽ ഹെറിറ്റേജ് ഉണ്ട്, ആത്മീയ മൂല്യങ്ങളുണ്ട്. ക്രിസ്തു വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ അനുവർത്തിച്ചു വരുന്ന ഒരു ആത്മീയ പൈതൃകമുണ്ട്. പേരിനാണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില മൂല്യ വ്യവസ്ഥിതികളുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാര് ഈ വിശ്വാസത്തിലേക്ക് വന്ന് അതിൽ തീവ്രതയോടെ നിൽക്കാൻ, അതിലുള്ള അവർ പ്രാപിച്ച സത്യത്തിനനുസരിച്ച് ഒരു പള്ളിയുടെ ഭാഗമായി നിന്നതുപോലെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ഐ ഡോണ്ട് സീ ദാറ്റ് ആസ് എ സ്മോൾ തിങ്. അതെല്ലാം നിങ്ങളെ കർത്താവിലേക്ക് രൂഢമൂലമാക്കാൻ സഹായിച്ച ഘടകങ്ങൾ തന്നെയാണ്. അജ്ഞതയിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദാറ്റ്സ് മൈ തോട്ട്. അതെൻ്റെ ചിന്തയാണ്. സത്യദൈവത്തിന് പകരം ഈ ലോകത്തിലെ ദൈവങ്ങളെ തിരഞ്ഞെടുക്കരുത്. നമ്മുടെ കണ്ണുകൾ കുരുടാക്കുന്ന ഒരു അന്ധതയിലേക്ക് നമ്മൾ നീങ്ങരുത്. കാരണം പാപത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നമ്മുടെ കണ്ണ് കുരുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുള്ള. വി ഡോണ്ട് സീ, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡേഞ്ചറസ് ഇറ്റ് ക്യാൻ ബിക്കം. അതുകൊണ്ട് നമ്മുടെ തീരുമാനം, നമ്മുടെ ആത്മീയ പൈതൃകമുണ്ട്. നമുക്ക് പ്രാപിച്ചു, നമുക്ക് പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഒരു ആത്മീയ പൈതൃകമുണ്ട്. നൗ യു മേ സേ അത് ശരിയായതായിരുന്നില്ലെന്ന്. പക്ഷേ ആ രക്ഷയിലേക്ക് നയിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച നല്ല ചില മൂല്യങ്ങളുണ്ട്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ചില നല്ല മൂല്യങ്ങൾ, അതിനൊരിക്കലും മാറ്റമില്ല. ഇനി ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് പോലും വന്നിട്ടുള്ള എത്രയോ നല്ല മൂല്യങ്ങളുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന നല്ല മൂല്യങ്ങളെ എന്താ കുഴപ്പം? അതെത്ര ബ്യൂട്ടിഫുൾ ആണ്. മൂവ് ഓൺ. പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്ന് വലിച്ചു കുടിക്കുന്ന ജലമല്ല നമുക്ക് വേണ്ടത്. ജീവജലത്തിന് പകരമായിട്ടൊന്നുമില്ല. ജീവജലമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന ആ ഒരു പൈതൃകത്തിൽ, ആത്മീയ പൈതൃകത്തിൽ നിലനിന്ന് വർദ്ധിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതൊരു തീരുമാനമായിരിക്കണം.
അതാണ് 15-ാം വാക്യം ഓർമ്മിക്കുന്നത്. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധത്താൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതൊരു ചോയ്സ് അവരുടെ മുമ്പിൽ കൊടുക്കുകയാണ്. ഇത് അടിച്ചും തൊഴിച്ചും മനുഷ്യനെ നമ്മുടെ മക്കളെ കൊണ്ട് പോലും ചെയ്യിക്കേണ്ട കാര്യമല്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിവരിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം തീരുമാനം അവരുടേതാണ്. അതാ ഇവിടെ യോശുവ ചെയ്യുന്നത്. യു വിത്ത് മീ? സുവിശേഷം പങ്കുവെക്കുന്നതും അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വസ്തുനിഷ്ഠമായി ഒരുവന് ക്രിസ്തു ആരാണെന്നും രക്ഷ എന്താണെന്നും തിരഞ്ഞെടുക്കേണ്ടത് എന്താണെന്നുമുള്ള ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് നോട്ട് അവർ വർക്ക്. നമ്മുടെ ആകപ്പാടെയുള്ള ജോലി അതാണ്. അവന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തണം, മുൻവിധികളെ എല്ലാം അതിജീവിച്ച് ക്രിസ്തു രക്ഷകനാണെന്ന്. അതാ സുവിശേഷത്തിൻ്റെ പ്രസംഗം. ഡെസിഷൻ നമ്മളല്ല അവർക്ക് വേണ്ടി എടുക്കുന്നത്. ദേ ഹാവ് ടു മേക്ക്. അപ്പൊ ഇവിടെ ഒരിക്കലും സമ്മർദ്ദം ചെലുത്തി അടിച്ചും ഇടിച്ചും ഒന്നും ചെയ്യുന്നതല്ല. നമ്മൾ നിർബന്ധത്താൽ ആരെയും വശംവദരാക്കാൻ ശ്രമിക്കുന്നില്ല. അത് തെറ്റാണ്. പക്ഷെ വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ആത്മീയ പിതാക്കന്മാരെന്ന നിലയിൽ നമുക്കുണ്ട്. ഈവൻ ഭൗതിക പിതാക്കന്മാരും മാതാക്കൾ എന്ന നിലയിൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ബോധ്യം വരണം. ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ മന്ദമാണ്, മന്ദഗതിയിലാണ്. ഈവൻ ശിഷ്യന്മാർക്ക് പോലും അങ്ങനെയായിരുന്നു. നമ്മൾ കേൾപ്പാൻ വളരെ മന്ദതയുള്ളവരാണ്, ഗ്രഹിക്കാൻ അതിലേറെ മന്ദതയുള്ളവരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും? ഇന്ന് തിരഞ്ഞെടുക്കണം. ടേക്ക് ദാറ്റ് സ്പിരിച്വൽ ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടി സത്യമായത് സത്യദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. 5-ാമത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ പറയുന്നത് 15-ാം വാക്യത്തിൽ തന്നെയാണത്. ഈ 5-ാമത്തെ തെരഞ്ഞെടുപ്പ് ഞാനും എൻ്റെ കുടുംബവുമോ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? As for me and my household, we will serve the Lord. അതാ ഈ 5-ാമത്തെ പ്രധാനപ്പെട്ട ഡെസിഷന് ഞാൻ ഇങ്ങനെ ഒന്ന് ഇൻവേഴ്സ് ചെയ്യുക. അതേ കാര്യം തന്നെ ഒന്നുകൂടെ പറയാ. നമ്മുടെ ചോയ്സ് എല്ലാ ആയുസ്സിൻ്റെ എല്ലാ ദിനങ്ങളിലും ദൈവത്തെ സേവിക്കാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. നൗ സെർവിങ് എന്ന് പറയുന്ന ഒരു നേരം ചെയ്യുന്നൊരു കാര്യമല്ല. ആയുസ്സിൻ്റെ എല്ലാ ദിനങ്ങളിലും ഞാൻ ദൈവത്തെ സേവിക്കും എന്ന ധ്വനി അല്ലേ അവിടെ. അല്ലാതെ ഇപ്പം ഞാൻ കുറച്ചു നേരത്തേക്കെന്നുള്ളതാണോ എൻ്റെ ധ്വനി? അല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, ഇറ്റ് ഈസ് ഡെയിലി, ഇറ്റ് ഈസ് ദൈനംദിന ജീവിതത്തിലെ സാധാരണമായ സാഹചര്യത്തിൻ്റെ ഇടയിൽ അതെല്ലാം ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാകുന്ന സത്യത്തിലേക്ക് അത് നയിക്കുന്നു. അതിന് നമ്മൾക്ക് തയ്യാറാണോ? ഈസ് എ ഗ്രേറ്റ് സ്പിരിച്വൽ ലീഡർ അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്. ഇത്ര ഉന്നതനായ ഈ ആത്മീയ നേതാവ് ജീവിതത്തിൻ്റെ അവസാനം എടുക്കുന്ന ഈ തീരുമാനം എത്ര മഹനീയമാണ് പ്രിയരെ. മേക്ക് യുവർ ചോയ്സ്. മേക്ക് യുവർ ചോയ്സ് ടു ഡെയിലി serve the Lord. എനിക്ക് ഇനിയും മുമ്പോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ ഫോർ വാണ്ട് ഓഫ് ടൈം ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബട്ട് ഈ ചിന്ത ഞാൻ ഇവിടെ ഇട്ടിട്ട് ഞാൻ ഈ ചിന്ത നിങ്ങൾക്ക് മുമ്പിൽ തുടരാം. എങ്ങനെ പ്രായോഗികമായി ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള ചിന്തയിൽ നമുക്ക് തുടരാം. പക്ഷെ ഈ നിർണായകമായ ഈ തീരുമാനത്തിലേക്ക് നയിച്ച ഈ 5 തീരുമാനങ്ങൾ അല്ലെങ്കിൽ 4 തീരുമാനങ്ങൾ ഒരിക്കലും മറക്കരുത്. ആരംഭത്തിൽ നമ്മൾ കുറിച്ചത്, ആരംഭിക്കേണ്ടത് ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ട വീട് പണിയാന്, ഒരു ഭവനം പണിയാന് നമ്മൾ അതിൽ നിന്ന് തുടങ്ങുമെങ്കിൽ അതിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഓരോ തീരുമാനങ്ങളും ദൈനംദിനം
കർത്താവിനെ സേവിക്കാനുള്ള ഈ മഹത്തായ തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. അതിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഈ വരികളിൽ, ഈ വചനങ്ങളുടെ ഇടയിലുണ്ട്. അതിലുള്ള സൂത്രവാക്യം ഇത് പ്രാവർത്തികമാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിന്തകളിലേക്ക് ഈ സത്യങ്ങൾ ആഴ്ന്നിറങ്ങി എല്ലാ ദിനങ്ങളിലും, ആയുസ്സിൻ്റെ എല്ലാ ദിനങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കാൻ, ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിലൂടെ ആണെങ്കിൽ പോലും ഞാൻ കർത്താവിനെന്ന പോലെ ചെയ്യാൻ, അത് ഭർത്താവിനെ സ്നേഹിക്കലാണെങ്കിലും ബഹുമാനിക്കലാണെങ്കിലും ഭാര്യയെ സ്നേഹിക്കുന്നതാണെങ്കിലും മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്നതാണെങ്കിലും എൻ്റെ ജോലി ചെയ്യുന്ന കാര്യമാണെങ്കിലും എൻ്റെ ചേർച്ചിലെ ചെറിയൊരു കാര്യം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും എല്ലാം കർത്താവിനെന്ന പോലെ, വീട്ടിൽ അതിഥികളെ സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും, എൻ്റെ അയൽക്കാർക്ക് ഒരു ചെറിയ സഹായഹസ്തം നീട്ടുന്ന കാര്യമാണെങ്കിൽ എല്ലാം കർത്താവിനെന്ന പോലെ ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.